എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓണം സ്പെഷ്യലിൽ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത്, ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്, ഒരു തേങ്ങ ചിരകി വെച്ചത്, 50 ഗ്രാം ശർക്കര ചീകിയെടുക്കണം, 1/2 കപ്പ് തൈര്, 5 പച്ചമുളക് കീറിയത്, മഞ്ഞൾപ്പൊടി, കടുക്, മുളക് പൊടി, ഉപ്പ്. ഇനി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നേന്ത്രപ്പഴ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണം. കീറി വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക. പൈനാപ്പിളും പഴവും വെന്ത് വരുന്നതിനുള്ളിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ചിരകി വെച്ച തേങ്ങയും 1 ടീസ്പൂൺ കടുകും ഇട്ട് അരച്ച് വയ്ക്കാം. നല്ല മയത്തിൽ അരച്ച് വയ്ക്കണം. ഇനി നമ്മുടെ കഷ്ണങ്ങൾ വെന്തു എന്ന് നോക്കാം. പൈനാപ്പിളും പഴവും നന്നായി വെന്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ആ ശർക്കര ഉരുകി ഈ കഷ്ണങ്ങളിൽ പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് ഈ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് ഇളക്കി തിളക്കരുത്. നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. നമ്മുടെ പച്ചടി തയ്യാറായി. തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവി വരുന്നത് വരെ വയ്ക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് 2-3 എണ്ണം കീറിയിടുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മളത് വറുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഈ പച്ചടിയിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മധുര പച്ചടി തയ്യാറായി. പൈനാപ്പിളും പഴവും ശർക്കരയും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു മധുര വിഭവമാണ് ഈ പൈനാപ്പിൾ പച്ചടി. ഇനി ഇതിലേക്ക് കഴുകി വെച്ച കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി തയ്യാറായി.